ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം അത് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതോടെ CPMൻ്റെ വാലിന് തീപിടിച്ചിരിക്കുകയാണ്. ആസനം വെന്തു തുടങ്ങി, പേടിച്ച് വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. ഹൈക്കോടതി രണ്ട് കാര്യങ്ങളേ ചെയ്തുള്ളൂ. ഇക്കാര്യത്തിൽ അതായത് CBI അന്വേഷണം സംബന്ധിച്ചുള്ള നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനോടും CBIയോടും ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഇതുവരെ നടന്ന അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സത്യവാങ്മൂലം, അതുപോലെ തന്നെ കേസ് ഡയറി അത് കോടതിയിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം തള്ളിപ്പറഞ്ഞുകൊണ്ട്, അഥവാ CBI അന്വേഷണം വേണമെന്ന ആവശ്യം നിരാകരിച്ചുകൊണ്ട് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വെപ്രാളപ്പെട്ട് വേവലാതിയോടെ രംഗത്ത് വന്നിരിക്കുകയാണ്. CBI അന്വേഷണം അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. വളരെ ശരിയായ രീതിയിലാണല്ലോ ഇപ്പോഴത്തെ അന്വേഷണം പോകുന്നത്. കേരള പോലീസിൻ്റെ അന്വേഷണം, പിന്നെന്തിന് CBI? അതാണ് കോമ്രേഡ് ഗോവിന്ദൻ്റെ ചോദ്യം. ഈ CBI അന്വേഷണത്തെ ഇതുവരെ CPM അംഗീകരിച്ചിട്ടില്ല, ഇനി അംഗീകരിക്കാൻ പോകുന്നുമില്ല എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിക്കാൻ പോകുന്ന നിലപാട് അല്ലെങ്കിൽ അറിയിക്കാൻ പോകുന്നത് CBI അന്വേഷണം ആവശ്യമില്ല, സംസ്ഥാന പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നായിരിക്കുമെന്നാണ്. CBI അന്വേഷണം എന്ന് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് CPM ഇത്ര ഭയപ്പെടുന്നത്? ഇതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്, ആഭ്യന്തര വകുപ്പാണ്. അതിനൊരു പ്രൊസീജിയറുണ്ട്, ഒരു നടപടിക്രമമുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു നോട്ടീസ് വന്നാൽ നിയമോപദേശം തേടും, അഡ്വക്കേറ്റ് ജനറലുണ്ട്, അവരോടൊക്കെ അഭിപ്രായം തേടും. അതിനുശേഷം സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഹൈക്കോടതിയെ അറിയിക്കുകയാണ് പതിവ്. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു കൂടിയാലോചനകളും നടന്നതായിട്ടറിയില്ല. ഇന്നലെ ഉച്ചയ്ക്കാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നത്. വൈകുന്നേരമായപ്പോഴേക്കും പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായം വന്നു കഴിഞ്ഞു. ഇത് മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ ആലോചിച്ചിട്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത്, അല്ലെങ്കിൽ പാർട്ടി ചർച്ച ചെയ്തിട്ടാണ് ഈ ഒരു നിലപാട് മാധ്യമങ്ങളോട് പറഞ്ഞത്? അക്കാര്യത്തിലൊരു വ്യക്തതയുമില്ല. സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു നിലപാടെടുത്ത് MV ഗോവിന്ദൻ രംഗത്ത് വരികയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? ഇത് പാർട്ടിയുടെ നിലപാടാണോ, അതോ അദ്ദേഹം ഒറ്റയ്ക്ക് സ്വന്തം നിലയ്ക്കെടുത്ത ഒരു അഭിപ്രായമാണോ? ആർക്കാണ് CBI പേടി? എന്തിനെയാണ് CPM ഭയപ്പെടുന്നത്? പാർട്ടിക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ? നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഏതെങ്കിലും മുതിർന്ന നേതാക്കൾക്ക്, ജില്ലാ നേതൃത്വത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് CBI അന്വേഷണം വേണമെന്ന് കുടുംബം ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെ അതിനെതിരെ ശക്തമായ പ്രതികരണവുമായി പാർട്ടി രംഗത്ത് വരുന്നത്? പക്ഷേ സഖാവേ, ഞങ്ങൾ നാട്ടുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. പാർട്ടിയുടെ ഭക്തജന സംഘമാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘം എന്ന പേരിൽ. അവർ വാസ്തവത്തിൽ തെളിവുകൾ കണ്ടെത്താനല്ല ശ്രമിക്കുന്നത്, ലഭിച്ച തെളിവുകൾ ഇല്ലാതാക്കാനാണ്. PP ദിവ്യ, CPMൻ്റെ നേതാവ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അവർ ആത്മഹത്യയ്ക്ക് പ്രേരണയായിട്ടുണ്ടോ എന്നതല്ല അന്വേഷിക്കുന്നത്. പ്രധാന അന്വേഷണം നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണോ എന്നറിയാനാ, അല്ലെങ്കിൽ അങ്ങനെ തെളിയിക്കാനാ, അങ്ങനെ ചിത്രീകരിക്കാൻ പറ്റിയ എന്തെങ്കിലും തെളിവുകളോ വിവരങ്ങളോ ലഭിക്കുമോ എന്നാണ്. പക്ഷേ CBI വന്നാൽ കളിയും കാര്യവും മാറും. അന്വേഷണം ഈ രീതിയിലൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ പൊട്ടം കളിക്കുന്ന ആളുകളൊക്കെ സത്യം പറയേണ്ടി വരും. നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? അപ്പോൾ ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? പെട്രോൾ പമ്പിന് അപേക്ഷ കൊടുത്ത പ്രശാന്ത്, അദ്ദേഹത്തിന് ബന്ധമുള്ള പാർട്ടി ജില്ലാ നേതൃത്വത്തിലെ ഒരു പ്രമുഖൻ, അതുപോലെ തന്നെ മറ്റൊരു സമ്പന്നൻ, ഈ പമ്പിൻ്റെ യഥാർത്ഥ ഉടമ, അവരുടെയൊക്കെ പങ്ക് CBIയുടെ അന്വേഷണത്തിൽ പുറത്തേക്ക് വരും. ഏതൊക്കെ തരത്തിലുള്ള ഗൂഢാലോചനയാണ് നടന്നത്? അതിൽ പാർട്ടിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഗൂഢാലോചനയുമായിട്ട്? ഈ പമ്പ് എന്ന് പറയുന്ന
പ്രൊജക്റ്റുമായിട്ട് പാർട്ടിയിൽ ആർക്കൊക്കെയാണ് ബന്ധമുള്ളത്? ഇതിൻ്റെ യഥാർത്ഥ ഉടമ പാർട്ടിയുടെ ഒരു സമുന്നത നേതാവിൻ്റെ മകനാണ് എന്ന് പറയുന്നത് ശരിയാണോ? അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ മരണം സംഭവിച്ചപ്പോൾ അതിനുശേഷം അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരുന്നു. അതൊരു കള്ളപ്പരാതിയായിരുന്നു, വ്യാജനായിരുന്നു എന്ന് പിന്നീട് വ്യക്തമായി. അത് തയ്യാറാക്കിയത് പ്രശാന്ത് അല്ല, CPM-ൻ്റെ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ കേന്ദ്രത്തിൽ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വരും. ഈ കള്ളപ്പരാതി എഴുതി ഉണ്ടാക്കിയവൻ അവൻ ആരായാലും തുറന്നു കാണിക്കപ്പെടും. അതിനുശേഷം ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പരാതികളുടെ ഫയലിൽ തിരികെ കയറ്റാൻ നടത്തിയ ഒരു ശ്രമമുണ്ട്. അതിൻ്റെ പിന്നിൽ ആരായിരുന്നു? CBI അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുമല്ലോ. സംശയം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ കള്ളപ്പരാതി സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നാൽ തന്നെ CBI ചെന്ന് മുട്ടുന്ന രണ്ട് വാതിലുകളിൽ ഒന്ന് AKG സെൻറ്ററിലേതായിരിക്കും, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേതാണ്. ഇവരൊക്കെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാവും. ഇവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും. ജില്ലാ നേതാക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് പുറത്തു വരും. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടിയുടെ ഭൃത്യജന സംഘമാണ് ഇത് അന്വേഷിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പാർട്ടി ഉദ്ദേശിക്കുന്ന രീതിയിൽ അന്വേഷണത്തെ കൊണ്ടുപോകാൻ സാധിക്കും. ഏറ്റവും അവസാനം നവീൻ ബാബു ഒരു അഴിമതിക്കാരനായിരുന്നുവെന്ന് ചിത്രീകരിച്ച് സാക്ഷാൽ പ്രതിയായ PP ദിവ്യയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും സാധിക്കും. പക്ഷേ CBI വന്നാൽ ഇതൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഈ വെപ്രാളവും പേടിയുമൊക്കെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ CBI തള്ളിപ്പറയുന്നതിന് നമ്മുടെ ഗോവിന്ദൻ സഖാവ് പറയുന്ന ഒരു ന്യായം, പണ്ടെപ്പോഴോ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ANC ആണല്ലോ CBI. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് ഒരു സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതേസമയം സുപ്രീം കോടതി തന്നെ സംസ്ഥാന സർക്കാരുകൾ അന്വേഷിച്ചിട്ട് തൃപ്തമല്ലാതെ വരുന്ന കേസുകൾ CBI ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ശ്രീ MV ഗോവിന്ദന് അറിയാമോ, അറിയാമെങ്കിലും അറിയില്ല എന്ന് ഭാവിക്കുകയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കേസിൻ്റെ അന്വേഷണത്തിൽ അത് സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നതാണെന്ന് വയ്ക്കുക, അതിൻ്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ CBIയുടെ അന്വേഷണം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ, കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ കേസ് CBIക്ക് വിടാമെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. 2001 ജനുവരി 4 പശ്ചിമ ബംഗാളിൽ, അത് CPM ഭരിക്കുന്ന കാലമാണ്, 11 പേരുടെ ഒരു കൂട്ടക്കൊല നടന്നു. പ്രതികൾ മുഴുവൻ CPM-കാരായിരുന്നു. പക്ഷേ കാര്യമായ അന്വേഷണം നടന്നില്ല. 2 യഥാർത്ഥ പ്രതികളെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതൊരു വിവാദമായപ്പോൾ കമ്മിറ്റി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടന CBI അന്വേഷണം ആവശ്യപ്പെട്ടു ഹൈക്കോടതിയെ സമീപിച്ചു. അന്ന് ഹൈക്കോടതി പറഞ്ഞത്, അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ പോലും ഇരയ്ക്ക് ആ അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെടാം, CBIയുടെ അന്വേഷണം അനുവദിക്കണം, അല്ലെങ്കിൽ CBIക്ക് അന്വേഷണം വിട്ടുകൊടുക്കണം എന്നാണ്. അതിനെതിരായിട്ട് പശ്ചിമ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയി. അപ്പോഴാണ് ഭരണഘടനാ ബെഞ്ച് ഈ കേസ് ഏറ്റെടുത്തത്. അങ്ങനെയാണ് ഈ മാർഗനിർദ്ദേശം വരുന്നത്. കേസിൻ്റെ വിശ്വാസ്യത ഉറപ്പാക്കാൻ CBIയുടെ അന്വേഷണം ആവശ്യമാണെന്ന് വന്നാൽ CBI അന്വേഷണം ഏൽപ്പിക്കണം എന്നുള്ളൊരു തീരുമാനം ഭരണഘടനാ ബെഞ്ചിൻ്റേതാ. ഇവിടെ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുമാത്രമാണ്, മരിച്ച നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ യാതൊരു വിശ്വാസവുമില്ല. തെളിവുകളെ നശിപ്പിക്കുകയാണ്, അല്ലാതെ തെളിവുകൾ ശേഖരിക്കുകയല്ല. അതാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യുന്നത് എന്ന് അവർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഈ ഹർജിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനം ഇരയുടെ ആവശ്യമാണ്, ഇരയുടെ തൃപ്തിയാണ് അന്വേഷണം സംബന്ധിച്ച്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അതില്ലെങ്കിൽ, അത് ഹൈക്കോടതിയിൽ പറയുകയാണെങ്കിൽ CBIക്ക് അന്വേഷണം വിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ CBI വരുന്നതിനെ തടയുന്നതിന്
പഴയ ഈ കൂട്ടിലടച്ച തത്താപ്രയോഗം കൊണ്ടൊന്നും പ്രയോജനമുണ്ടാവില്ല. CBI ആണ് അന്വേഷണത്തിലെ അവസാന വാക്ക് എന്ന അഭിപ്രായമൊന്നും CPM-നില്ലെന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ആ അഭിപ്രായം ഇനി മാറാനും പോകുന്നില്ല. അതുമാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തൃപ്തികരമാണ്, അത് ശരിയായ ദിശയിലാണ് നടക്കുന്നത്. അതേസമയം അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട്, പാർട്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഒപ്പമാണ്. പക്ഷേ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ഈ CBI അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ CPM എപ്പോഴും ഇരട്ടത്താപ്പാണ് കാണിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. സോളാർ കേസ് ഓർമ്മയുണ്ടല്ലോ, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് നടന്ന CBIയുടെ ഒരു അന്വേഷണം. 3 കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ അവരൊരു കീറ്റക്കടലാസിൽ നൽകിയ ഒരു പരാതി, ആ പരാതി മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് അത് ലഭിച്ച ഉടനെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട സർക്കാരായിരുന്നു പിണറായി വിജയൻ്റേത്. സാധാരണഗതിയിൽ അതിനും ചില നടപടിക്രമങ്ങളുണ്ട്. അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ടവരിൽ നിന്ന് വാങ്ങണം, അഡ്വക്കേറ്റ് ജനറലിനെയും മറ്റും നിയമോപദേശം തേടണം, എന്നിട്ടാണ് സർക്കാർ ഒരു തീരുമാനമെടുക്കുക CBIക്ക് അന്വേഷണം വിടണമോ എന്ന കാര്യത്തിൽ. പക്ഷെ അതൊന്നും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ സോളാർ കേസിൽ ഉണ്ടായില്ല. മിനിറ്റുകളെ വേണ്ടി വന്നുള്ളൂ ഒരു തീരുമാനമെടുക്കുന്നതിന്. ഒരു വായ കടലാസിൽ കൊടുത്ത ഒരു പരാതി, ഒരു സ്ത്രീ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ പൂക്കോട്ട് വെറ്ററിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ അവൻ്റെ മരണം അതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണെന്നോ സംശയമുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ സമീപിച്ചു. അപ്പോൾ തന്നെ അതിനൊരു തീരുമാനമുണ്ടായി, CBIക്ക് വിടാനുള്ള തീരുമാനം. എന്തുകൊണ്ടാണ്? അപ്പോൾ തിരഞ്ഞെടുപ്പ് വരിക, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമീപിച്ചിരിക്കുക. ആ സാഹചര്യത്തിൽ CBIയുടെ അന്വേഷണം സമ്മതിക്കുന്നില്ലെങ്കിൽ ജനവികാരം ഗവൺമെൻറ്റിനും പാർട്ടിക്കും എതിരാകും എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ തീരുമാനം. പെരിയയിലെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകം, അതുപോലെ മട്ടന്നൂരിലെ ഷുഹൈബിൻ്റെ വധം, ഈ മരിച്ച 3 പേര് യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു. ഈ കേസിലെ പ്രതികളെല്ലാം CPM-കാരാണ്. ഒരു LC അംഗം വരെ ഇതിലൊരു കേസിൽ പ്രതിയായിരുന്നു. ഈ 2 കേസുകൾ CBIക്ക് വിടണമെന്ന ആവശ്യമുണ്ടായപ്പോൾ അന്ന് ഗവൺമെൻറ് ഇതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതി വരെ ഒരു ഫൈറ്റ് ചെയ്തു. അതിന് സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രമുഖരായ അഭിഭാഷകരെ, നമുക്കവിടെ വക്കീലന്മാരുണ്ട്, ഇവിടെ AG ഉണ്ട്, AGക്ക് ഒരു വിപുലമായ ഓഫീസും സംവിധാനമുണ്ട്. എന്നിട്ട് പോലും സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വളരെ ചെലവേറിയ അഭിഭാഷകരെ ഈ കേസിൽ അണിനിരത്തി CBI വരുന്നത് തടയുന്നതിന്. ആ കേസുകളിൽ 2.11 കോടി രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. ശമ്പളം പോലും കൊടുക്കാനില്ലാതെ പെൻഷനുകൾ മുടങ്ങി നിന്ന കാലത്ത് സർക്കാർ സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്ന സമയത്താണ് CPM അംഗങ്ങൾ പ്രതികളായ കേസുകളിൽ CBIയുടെ അന്വേഷണം വരാതിരിക്കുന്നതിന് സർക്കാർ 2.11 കോടി രൂപ ചെലവഴിച്ചത്. അതാണ് ഇരട്ടത്താപ്പെന്ന് നേരത്തെ പറഞ്ഞത്. CBI അന്വേഷണത്തെ എതിർക്കുന്ന ഗോവിന്ദൻ, സഖാവ് MV ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണെന്ന് അപ്പോഴും ചേർത്ത് പറയുന്നുണ്ട്. സഖാവ് ഗോവിന്ദൻ കേരളത്തിലെ ആളുകൾ മുഴുവൻ പൊട്ടന്മാരും മണ്ടന്മാരും ഇണ്ടിക്കണ്ടപ്പന്മാരുമാണെന്ന് കരുതരുത്. അവർ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. താങ്കളുടെ ഈ ഇരട്ടത്താപ്പ്, പാർട്ടിയുടെ ഇരട്ടത്താപ്പ്, മനുഷ്യത്വമില്ലായ്മ, മനസ്സാക്ഷിയില്ലായ്മ, അത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് താങ്കൾ മറക്കരുത്. ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട കക്ഷിയുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന നേതാവാണ് താങ്കൾ. 3 സ്ത്രീകൾ മാത്രമടങ്ങുന്ന ഒരു കുടുംബം, അവരുടെ ആശ്രയമാണ് ഇല്ലാതായിപ്പോയത്. അവരുടെ കുടുംബനാഥനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന് നീതി കിട്ടണമെന്ന അവരുടെ ഒരു മിനിമം ആവശ്യം, അതിനുവേണ്ടിയാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മാനം സംരക്ഷിക്കണമെന്ന ഉദ്ദേശവും ഈ ഹർജി സമർപ്പിക്കുമ്പോൾ അവർക്കുണ്ട്. കാരണം നവീൻ ബാബുവിനെ മോശക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പോലീസിൻ്റെ അന്വേഷണം വഴിതെറ്റിപ്പോകുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? മാനവികതയുടെ മഹത്വം പറയുന്ന ഒരു പാർട്ടിയാണ്. അവരാണ് നാണവും മാനവുമില്ലാതെ കുറ്റവാളികളുടെ പക്ഷം പിടിക്കുന്നത്. നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ആവശ്യത്തെ
യാതൊരു മനുഷ്യത്വമോ മനസ്സാക്ഷിയോ കൂടാതെ തള്ളിപ്പറയുന്നത്. അവരെ വേട്ടയാടാൻ കൂട്ടുനിൽക്കുകയാണ് CPM ഇപ്പോൾ. ഈ പ്രസ്താവനയിലൂടെ, CBIയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനയിലൂടെ, ഈ കുടുംബത്തിൻ്റെ ആവശ്യം നിരാകരിക്കുന്നതിലൂടെ സഖാവ് MV ഗോവിന്ദൻ അതാണ് ചെയ്തിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. പ്രയോഗിച്ച് പഴകിയ ഒരു പ്രയോഗം ഉപയോഗിക്കുകയാണെങ്കിൽ ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം ഓടുന്ന നയമാണ് CPMൻ്റേത് എന്ന് പറയേണ്ടി വരുന്നു. നവീൻ ബാബുവിൻ്റെ വധം സംബന്ധിച്ച കേസിൽ പാർട്ടിക്കൊരു അജണ്ടയുണ്ട്. സ്വന്തം ആജ്ഞാനുവർത്തികളായ പോലീസിനെ കൊണ്ട് നടപ്പാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. പക്ഷേ CBI എന്ന് കേട്ടപ്പോൾ തന്നെ പാർട്ടി പേടിച്ചു വിറച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. CBI വന്നാൽ പാർട്ടി ഇതുവരെ കെട്ടിപ്പൊക്കിയ നുണക്കൊട്ടാരം മുഴുവൻ അടിമുടി പൊളിയുമെന്ന് CPMന് അറിയാം.